സുഗമാദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണെന്ന് വരാൻ പോകുന്നത്. എന്തായാലും ത്യാഗരാജൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പ്രകാശ് മേനോൻ ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ത്യാഗരാജൻ അതിന് വ്യക്തമായിട്ട് മറുപടി ഒന്നും പറയണില്ല. ത്യാഗരാജൻ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് പ്രകാശ് മേനോനോട് സംസാരിക്കുന്നത്. നീ ഇപ്പം തൽക്കാലം ഒന്നും അറിയാൻ പോകണ്ട, അറിയേണ്ട സമയത്ത് ഞാൻ എല്ലാം പറഞ്ഞോളാം, അതുവരെ എൻ്റെ അടുത്ത് ചോദ്യങ്ങളൊന്നും പാടില്ല. അന്നേരം പ്രകാശ് മേനോന് ഈ ത്യാഗരാജൻ്റെ പെരുമാറ്റത്തിൽ ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ രാവിലെ തന്നെ എനിക്ക് പലരെയും കാണാനുണ്ട്, എത്രയും പെട്ടെന്ന് നന്ദുവിനെ കണ്ടെത്തണം, അതുകൊണ്ട് ഞാൻ SP ഓഫീസ് വരെ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് SP ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ദേവിക പോയി കഴിഞ്ഞതും ശാരിക അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്, ചേച്ചി നമ്മളുടെ മുന്നിൽ സങ്കടമൊന്നും കാണിക്കാത്തതാ, ചേച്ചിക്ക് നല്ല സങ്കടമുണ്ട്, എത്രയും പെട്ടെന്ന് നന്ദേട്ടനെ കണ്ടെത്തിയാൽ മതിയായിരുന്നു. നേരം മാധവൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നന്ദൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമെന്ന് വയ്ക്കുമ്പം അച്ഛന് ആവശ്യമില്ലാത്തതൊക്കെ പറയല്ലേ, നന്ദേട്ടന് ഒരു ആപത്തും സംഭവിച്ചു കാണൂല. പിന്നെ ചേച്ചി പറഞ്ഞതുപോലെ ആ ഡോക്ടർ വിളിച്ചത് ഇനി നന്ദേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറയാനായിരിക്കുമോ, എന്തായാലും ഡോക്ടർ പറയണതിന് മുമ്പ് തന്നെ ഡോക്ടർ അപകടത്തിൽ മരിച്ചല്ലോ, അത് മിക്കവാറും ഒരു കൊലപാതകം ആവാനാ സാധ്യത എന്ന് പറയുമ്പം ഈ മാധവൻ പറയുന്നുണ്ട്, അതിന് ഡോക്ടർക്ക് നന്ദനെക്കുറിച്ച് എന്തറിയാമെന്നാണ് നീ പറയണേന്ന് ചോദിച്ചതും എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിട്ടായിരിക്കാം ഡോക്ടർ അത് പറയാൻ ചേച്ചീനെ വിളിച്ചത്, ഫോണിൽ കൂടെ പറയാൻ പറ്റിയ കാര്യമല്ല എന്നാണ് ചേച്ചീനോട് പറഞ്ഞത്, നേരിട്ട് കാണാൻ വരാനിരുന്നപ്പോഴല്ലേ ഡോക്ടർ മരണപ്പെട്ടത്, ഇനി അതിൻ്റെ പിന്നിൽ ആരാന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുമ്പം രാധിക പറയുന്നുണ്ട്, ഇനി നിങ്ങൾ അതിൻ്റെ പിന്നാലെ നടക്കാതെ നന്ദനെ കണ്ടുപിടിക്കാൻ നോക്കുന്നു. ഇത് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ SP ഓഫീസിൽ കയറി ചെന്നതും SP ചോദിക്കുന്നുണ്ട്, എന്തായി സാർ, നന്ദുവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ, അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇതുവരെ ഒരു പുരോഗതി ഇല്ല, എൻ്റെ ബലമായ സംശയം ആ കുരുവിള ഉഴപ്പണതാണെന്ന. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അത് ഞങ്ങൾക്കും അറിയാം, അയാൾ മനഃപൂർവ്വം തന്നെ ഈ കേസ് ഉഴപ്പണതാ, ആദ്യം മുതലേ അയാൾക്ക് ഈ കേസിനോട് വലിയ താല്പര്യം ഉണ്ടായില്ല. അന്നേരം SP ചോദിക്കുന്നുണ്ട്, അതിന് മേഡവും അയാളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം നിലവിൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഇനിയിപ്പോൾ അയാൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല. അന്നേരം SP ആണെങ്കിൽ ഒരു കവറെടുത്ത് ദേവികയെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇതെന്താണെന്ന് മേഡത്തിന് അറിയോ, ഇത് DYSP കുരുവിളയ്ക്കുള്ള സസ്പെൻഷൻ ലെറ്ററാണ്. അന്നേരം ദേവിക പറയുന്നുണ്ട്, പുതിയ അന്വേഷണ ഏജൻസീനെ ഏൽപ്പിച്ചു സാറിയെന്ന് ചോദിക്കുമ്പം ഒരു സ്പെഷ്യൽ ഓഫീസറെ തന്നെയാണ് ഈ അന്വേഷണം ഞാൻ ഏൽപ്പിച്ചേക്കുന്നത്, ദേവികയ്ക്ക് അറിയുമായിരിക്കും, ഇതിനു മുമ്പ് നിങ്ങളുടെ പല കേസും അന്വേഷിച്ചത് അവർ തന്നെയാണ്, വസുന്ധര IPS എന്ന്. അത് കേട്ടതും ദേവിക പറയുന്നുണ്ട്, മേഡാണോ സാറേ വരുന്നത്, മേഡാ വരുന്നതെങ്കിൽ എനിക്ക് അന്വേഷണത്തിൽ നല്ല വിശ്വാസമുണ്ട്, മേഡം എത്രയും പെട്ടെന്ന് നന്ദുവിനെ കണ്ടെത്തും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഈ SP ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ഒരാളെ വിളിച്ച് ഈ ഓർഡർ അങ്ങോട്ട് കയ്യിലേക്ക് കൊടുത്തേക്കാമെന്നും പറഞ്ഞ് ഫോണെടുത്ത് കുരുവിളയ്ക്ക് വിളിക്കുന്നുണ്ട്. കുരുവിള ഫോണെടുത്തതും എന്താ സാറേ എന്ന് വയ്ക്കുമ്പം താൻ എത്രയും പെട്ടെന്ന് എൻ്റെ ക്യാബിനിലേക്കൊന്ന് വാ, എനിക്ക് തന്നെ ഒന്ന് കാണാനുണ്ടെന്ന് പറഞ്ഞതും ഈ കുരുവിളയാണെങ്കിൽ ഫോൺ വെച്ചിട്ട് ഇയാളിപ്പോൾ എന്തിനായിരിക്കുമോ എന്നെ കാണണമെന്ന് പറയണേ, ഇനി എനിക്കെന്തെങ്കിലും പണി തരാനായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് SP റൂമിലേക്ക് വരുന്നുണ്ട്. റൂമിൽ വരുമ്പം അവിടെ ദേവിക ഇരിക്കണ കണ്ടിട്ട് ഈ കുരുവിളയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട്, ഇവരെന്തിനാണ് ഇവിടെ വന്നിരിക്കണേന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പം ദേവിക ചോദിക്കുന്നുണ്ട്, സാറിപ്പോൾ ആലോചിക്കുന്നത് ഞാൻ എന്താ ഇവിടെ നിന്നായിരിക്കുമല്ലേ, എന്തായാലും എനിക്ക് എൻ്റെ ഭർത്താവിനെ കണ്ടെത്തിയേ പറ്റൂ, സാറല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫീസർ ഉണ്ടാവും അന്വേഷണത്തിന്, ഇതിപ്പോൾ സാറ് മനഃപൂർവ്വം അന്വേഷണം ഉഴപ്പണതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അന്നേരം SP പറയുന്നുണ്ട്, കേട്ടല്ലോ, തന്നോട് എത്ര ദിവസമായി അതിനൊരു തുമ്പുണ്ടാക്കാൻ പറയണു, താൻ ഇതുവരെയും അന്വേഷണത്തിൽ ഒരു പുരോഗതി നേടിയില്ല, അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, തന്നോട് 3 മാസം പോയി റെസ്റ്റ് എടുത്തോളാനാണ് പറഞ്ഞേക്കണേന്ന്. ആ സമയത്ത് കുരുവിള പറയുന്നുണ്ട്, സാറേ ഞാൻ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് ഞാൻ നന്ദനെ കണ്ടെത്താമെന്ന്. നേരം SP പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ഞാൻ ആവശ്യമില്ല, നന്ദനെ കണ്ടെത്താൻ സ്പെഷ്യൽ ടീമിനെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, തനിക്ക് അറിയായിരിക്കും ഒരു വസുന്ധര IPSനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ, അവരൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാതെ പിന്നോട്ട് മാറില്ല, അവരെ ഇനി ഈ കേസ് ഏറ്റെടുത്തേക്കണേന്ന്. അത് കേട്ടതും ഈ കുരുവിളയാണെങ്കിൽ നല്ലോണം ഷോക്കായി പോകുന്നുണ്ട്. അപ്പോൾ കുരുവിള മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വസുന്ധര IPS വന്നിട്ടുണ്ടെങ്കിൽ ഞാനും കെവിനും ഇസബെല്ല എല്ലാവരും പെടുമല്ലോ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പം SP ചോദിക്കുന്നുണ്ട്, താൻ എന്തെങ്കിലും ആലോചിച്ച് നിൽക്കണേന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല സാറെന്ന് പറയുന്നത്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, വസുന്ധര മേഡത്തിൻ്റെ അന്വേഷണത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, അതുമാത്രമല്ല വസുന്ധര മേഡം വന്നു കഴിഞ്ഞാൽ പലരുടെയും കള്ളത്തരം പൊളിച്ചെടുക്കുകയും ചെയ്യുമെന്ന്. അത് കേട്ടതും ഈ കുരുവിളയ്ക്കാണെങ്കിൽ നല്ല ഷോക്കായിട്ട് കുരുവിള ശരി സാറെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത്
ചന്ദ്രോത്ത് പ്രഭാവതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടൊരു വണ്ടി വരുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. ഇതാരാ ഈ സമയത്ത് വന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പ്രഭാവതി എഴുന്നേറ്റ് എന്നതും ഈ വസുന്ധരേനെയാണ് കാണുന്നത്. വസുന്ധരയെ കണ്ടതും പ്രഭാവതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ഓടി ചെന്നിട്ട് ആ മേഡായിരുന്നോ, എന്താ മേഡം എവിടെയെന്ന് ചോദിക്കുമ്പം നന്ദൻ്റെ മിസ്സിങ് കേസ് അന്വേഷിക്കാൻ പോകുന്നത് ഞാനാ, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞ് പ്രഭാവതിയോട് പറഞ്ഞതും പ്രഭാവതി വാ മേഡം അകത്ത് കയറിയിരുന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് ഈ വസുന്ധരയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അകത്ത് എന്നതും വസുന്ധര ഈ പ്രഭാവതിയോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മേഡം എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടെത്തണം, എൻ്റെ മകൻ ഇനി ജീവിച്ചിരിക്കണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണെന്ന് പറയുമ്പം മേഡം അങ്ങനെയൊന്നും വിചാരിക്കണ്ട, സങ്കടപ്പെടണ്ട, എത്രയും പെട്ടെന്ന് നന്ദനെ ഞാൻ കണ്ടെത്തും, അതെൻ്റെ വാക്കാ, ഇല്ലെങ്കിൽ ഞാൻ ഈ തൊപ്പി ഊരി വയ്ക്കുമെന്നും പറഞ്ഞ് വസുന്ധര പോകാനൊരുങ്ങുമ്പം ദേവിക അങ്ങോട്ട് വരുന്നുണ്ട്. ദേവിക കണ്ടതും വസുന്ധര പറയുന്നുണ്ട്, ദേവിക ടെൻഷൻ ആവുമൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് നമ്മൾ നന്ദനെ കണ്ടെത്തും, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കണേ. നിങ്ങൾ നേരത്തെ തന്നെ എന്നോട് ഈ വിവരം പറഞ്ഞിരുന്നെങ്കിൽ പണ്ടേ നമുക്ക് നന്ദനെ കണ്ടെത്തായിരുന്നല്ലോ. അന്നേരം ദേവിക പറയുന്നുണ്ട്, ആ DYSP കുരുവിള മനഃപൂർവ്വം അന്വേഷണം ഉഴപ്പിയതാ മേഡം. ഒരുപാട് ദിവസം ഞങ്ങൾ അയാളുടെ പുറകെ നടന്നു നന്ദനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. പക്ഷേ അയാൾ മനഃപൂർവ്വം ഉഴപ്പാന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്ത് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത്. ഇനിയിപ്പോൾ മേഡം ആയതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനമുണ്ട്, മേഡം ഉറപ്പായിട്ടും നന്ദുവിനെ കണ്ടെത്തുമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന്. അന്നേരം ഈ വസുന്ധര ചോദിക്കുന്നുണ്ട്, സിദ്ധാർത്ഥൻ സാർ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചതും ഇല്ല, അച്ഛൻ പുറത്ത് പോയേക്കുക, അച്ഛൻ ആരെയോ കാണണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഇവിടെ എല്ലാവരും വലിയ സങ്കടത്തിലാണ്, നന്ദനെ കാണാതായിട്ട് കുറേ ദിവസമായില്ലേ എന്ന് പ്രഭാവതി പറഞ്ഞതും വസുന്ധര പറയുന്നുണ്ട്, ഇനി ആരും സങ്കടപ്പെടണ്ട, ഞാൻ എത്തിയല്ലോ, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, എന്തായാലും നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ദേവിക ഈ കെവിൻ്റെയും ഇസബല്ലയുടെയും അതുപോലെ അരുന്ധതിയുടെയും ഒക്കെ കാര്യം പറയുന്നുണ്ട്. അന്നേരം ഈ വസുന്ധര പറയുന്നുണ്ട്, ഞാൻ ഓരോരുത്തരായിട്ട് കണ്ടോളാം, എന്തായാലും പ്രഭാവതി മേഡവും ദേവികയൊക്കെ സമാധാനമായിട്ടിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതി ആണെങ്കിൽ ആകെ സങ്കടത്തിൽ നിൽക്കുമ്പം ഈ CP വരുന്നുണ്ട്. CP വന്നതും മേഡം ഒരു വിശേഷം അറിഞ്ഞു എന്ന് ചോദിക്കണം. അന്നേരം അരുന്ധതി എന്താ CP എന്താ ഉണ്ടായെന്ന് ചോദിച്ചതും ഈ നന്ദൻ്റെ കേസ് അന്വേഷിക്കാൻ വേണ്ടി സ്പെഷ്യൽ ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, ആരെ ഏൽപ്പിച്ചിട്ട് എന്താ കാര്യം, നന്ദനെക്കുറിച്ച് ഇതുവരെ ഒരു വിവരം കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പം ഇത്രയും നാളും ആ DYSP കുരുവിളിയല്ലേ അന്വേഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ അന്വേഷണം ഒഴിപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു, ഇപ്പം അന്വേഷണത്തിന് വന്ന ആൾ എന്തായാലും നന്ദനെ കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, അതെന്താ CPക്ക് ഇത്ര ഉറപ്പെന്ന് ചോദിച്ചതും അത് വന്ന ആളാരാന്ന് മേഡത്തിന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ആരാ CP ഇത്രയ്ക്കും കഴിവുള്ള ഒരാളെന്ന് ചോദിച്ചതും വേറെ ആരുമല്ല, നമ്മളുടെ പഴയ വസുന്ധര IPS ഇല്ലേ, അവരാ കേസ് അന്വേഷണം ഏറ്റെടുത്തേക്കണേന്ന്. അത് കേട്ടതും അരുന്ധതി പറയുന്നുണ്ട്, അവരാണെങ്കിൽ ഒരു കറപ്ഷനും ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥ, അവർ വിചാരിച്ചാൽ നന്ദനെ കണ്ടെത്താൻ പറ്റുമെന്ന്. അന്നേരം CP പറയുന്നുണ്ട്, നമുക്ക് ഋഷിമോനെ കാണാനില്ല എന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് കൂടെ കൊടുത്താലോ മേഡം എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, നന്ദനെ കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഋഷി തിരികെ വന്നോളൂ എന്ന്. അന്നേരം CP ആണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത പോലെ അരുന്ധതിയുടെ നേരെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, മേഡം എന്തൊക്കെയാണ് മേഡം പറയണത്, നന്ദൻ തിരിച്ചു വന്നാൽ എങ്ങനെയാണ് ഋഷി തിരിച്ചു വന്നേന്ന് ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട് CP, തൽക്കാലം എനിക്കതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, എന്തായാലും വസുന്ധര IPS അന്വേഷണം തുടങ്ങിയിട്ടുണ്ടല്ലോ, അധികം വൈകാതെ നമുക്ക് നന്ദനെയും ഋഷിയെയും തിരികെ കിട്ടും, അവർ രണ്ടുപേരും തിരികെ വന്നിട്ട് വേണം എനിക്ക് ആ ഇസബല്ലയോടും കെവിനോടും കണക്ക് ചോദിക്കാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയും കെവിനെയാണ്. ഇസബല്ല കെവിനോട് പറയുന്നുണ്ട്, കെവിനെ കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി, പാപ്പന് സസ്പെൻഷൻ കിട്ടി, അത് മാത്രമല്ല പുതിയതായിട്ട് അന്വേഷിക്കാൻ വന്നേക്കണ ഓഫീസർ ആ വസുന്ധര IPS ആണ്. അത് കേട്ടതും കെവിനാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട്, എന്ത് വസുന്ധര IPS അവരന്വേഷിച്ച ഒരു കേസും ഇന്ന് വരെ അവർ തോറ്റിട്ടില്ല, അവർ ഭയങ്കര കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥയാണെന്ന് പറഞ്ഞതും ബെല്ല പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പാപ്പന് ഇനി ഒരു രീതിയിലും നമ്മളെ സഹായിക്കാൻ പറ്റില്ല, അതുമാത്രമല്ല ചിലപ്പോൾ അന്വേഷണം കഴിയുമ്പോൾ പാപ്പൻ്റെ ജോലി പോകാനും സാധ്യതയുണ്ടെന്ന്. അത് കേട്ടതും കെവിൻ പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യും ബെല്ല, അന്നേ പാപ്പൻ പറഞ്ഞപ്പോൾ നമുക്ക് പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞതും ഇസബല്ല പറയുന്നുണ്ട്, കാര്യങ്ങൾ ഇങ്ങനെ കൈവിട്ട് പോകുന്നു നമ്മൾ അറിഞ്ഞില്ലല്ലോ, എന്തായാലും ആ ഋഷിയുടെ കൊലപാതക നാടകം നടത്തിയത് തന്നെ മണ്ടത്തരായി, നന്ദനെ ചതിക്കാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞതും കെവിൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കഴിഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കണ്ടേന്ന് പറയുമ്പം ബെല്ല പറയുന്നുണ്ട്, ഇനി പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അന്വേഷണം ആദ്യം വരുന്നത് നമ്മുടെ നേർക്കായിരിക്കുമെന്ന്. അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് പുറത്തൊരു വാഹനം വരുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. അന്നേരം ഇസബല്ല പറയുന്നുണ്ട്, അത് ആരാന്ന് നോക്കിയതാന്ന്. അങ്ങനെ കെവിൻ വന്ന് ഡോറ് തുറന്നതും കാണുന്നത് നമ്മളുടെ വസുന്ധര IPS ജീപ്പിന്ന് ഇറങ്ങുകയാണ്. അത് കണ്ടതും ഈ കെവിനാണെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്. എന്നിട്ട് കെവിൻ ബെല്ലാന്നും പറഞ്ഞ് വിളിച്ചതും എന്താടാ ആരാ അവിടെ വന്നേക്കണമെന്ന് ചോദിച്ച് ബെല്ല ചെല്ലുമ്പം കെവിനാണെങ്കിൽ ഈ വസുന്ധര IPSനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടതും ബെല്ലയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട്. എന്നിട്ട് വസുന്ധര IPS ഇവരുടെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ ഇസബല്ലയും കെവിനെന്ന് ചോദിക്കുമ്പം അതേ മേഡം, രണ്ടുപേരോടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയണു. അത് കേട്ടപ്പോൾ തന്നെ കെവിന് പേടിയാവുന്നുണ്ട്. അന്നേരം
വസുന്ധര ചോദിക്കുന്നുണ്ട്, താൻ എന്താ ഇങ്ങനെ പേടിച്ച് വിറക്കണേന്ന് ചോദിക്കുമ്പം, ഇല്ല മേഡം എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറയണ നേരം വസുന്ധര ചോദിക്കുന്നുണ്ട്, നന്ദൻ ശരിക്കും ഇപ്പോൾ എവിടെയുണ്ടെന്ന്. അത് കേട്ടതും ഇസബെല്ല പറയുന്നുണ്ട്, നന്ദനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല മേഡം എന്ന് പറഞ്ഞതും, നീ വെള്ളച്ചിലെടുക്കരുത്, സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ രണ്ടെണ്ണത്തിനെയും ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് പെരുമാറും എന്ന് പറഞ്ഞതും ഇസബെല്ല പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞത് സത്യം മേഡം, നന്ദനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന്. പിന്നീട് വസുന്ധര ഇസബെല്ലയോടും കെവിനോടും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ പോകുക, വീണ്ടും ഞാൻ വരും, അതിനു മുമ്പ് നന്ദനെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയാൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുമാത്രമല്ല, നന്ദനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് വരുമെന്നും പറഞ്ഞ് വസുന്ധര പോകുന്നുണ്ട്. വസുന്ധര പോയി കഴിഞ്ഞതും ഈ ഇസബെല്ല പറയുന്നുണ്ട്, കെവിനെ നമ്മൾ ശരിക്കും പെട്ടടാ, മിക്കവാറും ഇനി നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും. അന്നേരം കെവിൻ പറയുന്നുണ്ട്, നമുക്കെന്നാൽ ഇവിടുന്ന് നാട് വിട്ട് പോയാലോ വല്ലാന്ന് ചോദിച്ചതും, ഇനി അതൊന്നും നടക്കില്ല, അന്ന് പാപ്പം പറഞ്ഞ സമയത്ത് നമ്മൾ പോയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇതിപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയ സ്ഥിതിക്ക് നമുക്കിനി ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രകാശ് മേനോനെയും ത്യാഗരാജനെയാണ്. പ്രകാശ് മേനോൻ ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട്, ത്യാഗരാജൻ സാറേ, കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന തോന്നണേ, പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥ ആരാന്ന് സാറിന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അറിഞ്ഞു, ആ വസുന്ധര IPS അല്ലേ, അവരാണെങ്കിൽ ഉറപ്പായിട്ടും നന്ദനെ ഋഷി അവർ കണ്ടുപിടിക്കും, അതിനു മുമ്പ് ഇവന്മാരുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. അതെങ്ങനെയാണ് സാറ് തീരുമാനിച്ചേക്കണേന്ന് ചോദിക്കുമ്പം, അതൊന്നും നീ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല, ഞാനത് ആദ്യമേ പറഞ്ഞേക്കണതാ, എന്താണെങ്കിലും ഞാൻ തന്നെ തീരുമാനിച്ചോളാം. അതല്ല സാർ, എനിക്ക് പരോള് കഴിഞ്ഞ് ജയിലിലേക്ക് തന്നെ പോകണ്ടേ, അതിനു മുമ്പ് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ആവണ്ടേന്ന് ചോദിച്ചതും, നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട, എന്തായാലും വസുന്ധര IPS ഇവരെ കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ആഗ്രഹിച്ചതെല്ലാം ഞാൻ നേടുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതി ആണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനിലിരിക്കുകയാണ്. വസുന്ധര IPS കേസ് അന്വേഷിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഋഷി മരിച്ചിട്ടില്ല എന്നുള്ളതും നന്ദന എവിടെയാണെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കും, അതോടുകൂടി എൻ്റെ ജീവിതവും തീരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഈ CP വരുന്നുണ്ട്. CP വന്നിട്ട് അരുന്ധതിയോട് പറയുന്നുണ്ട്, മേഡം കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവുക, ആ വസുന്ധര IPS ഇസബെല്ലേനെയും കെവിനെയും ചോദ്യം ചെയ്യാനായിട്ട് അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചതും, അതൊന്നും അറിയില്ല മേഡം, എന്തായാലും മേഡം അവരൊന്ന് വിളിച്ച് നോക്കുമെന്ന് പറയണം. അങ്ങനെ ഈ അരുന്ധതിയാണ് ഈ ഫോൺ എടുത്ത് ഇസബെല്ലയെ വിളിക്കുന്നുണ്ടെങ്കിലും ഇസബെല്ല കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ആ സമയത്താണ് പുറത്തൊരു വണ്ടി വരുന്ന ഒച്ച കേൾക്കണേ. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, അത് ആരാന്ന് നോക്കിയ CP എന്ന് പറയണം. അങ്ങനെ CP ഒന്ന് നോക്കുമ്പം കാറിൽ നിന്ന് ഇറങ്ങുന്ന വസുന്ധര IPSനെയാണ് കാണുന്നത്. അവരെ കണ്ടതും CPക്ക് നല്ല പേടിയായിട്ട് CP അകത്തേക്ക് ഓടി ചെന്നിട്ട് അരുന്ധതിയോട് പറയുന്നുണ്ട്, മേഡം അവരിവിടെ എത്തിയെന്ന്. അത് കേട്ടത് അരുന്ധതി ആരെത്തിയ കാര്യം CP പറയണേന്ന് ചോദിക്കുമ്പം, വേറെ ആരുമല്ല മേഡം, ആ വസുന്ധര IPS മുറ്റത്തുണ്ടെന്ന്. അത് കേട്ടതും അരുന്ധതിയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ വസുന്ധര IPS ഈ അരുന്ധതിയുടെയും ഇസബെല്ലയുടെയും കെവിൻ്റെയും എല്ലാ കള്ളത്തരവും കണ്ടുപിടിക്കും. അതുപോലെ തന്നെ നന്ദനയും ഋഷിയും കണ്ടെത്തുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അതുമാത്രമല്ല നമ്മളുടെ ത്യാഗരാജന് നല്ല 8ൻ്റെ പണിയും കിട്ടുന്നുണ്ട്. എന്തായാലും നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.